നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത 10 പഴയകാല ഹിറ്റ് സിനിമകൾ. 1. അഭയം തേടി 1986. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഐ.വി. ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ, ശോഭന, തിലകൻ എന്നിവർ കേന്ദ്രകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കുടുംബ ബന്ധങ്ങളുടെ വൈകാരികമായ തലങ്ങൾ പറയുന്ന മികച്ചൊരു ചിത്രം. 2. വാർത്ത 1986. പൊളിറ്റിക്കൽ ഡ്രാമ, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഐ.വി. ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പത്രപ്രവർത്തകനായി തിളങ്ങുന്നു. രാഷ്ട്രീയവും മാധ്യമപ്രവർത്തനവും തമ്മിലുള്ള പോരാട്ടങ്ങൾ കൃത്യമായി വരച്ചുകാട്ടുന്ന ചിത്രം. 3. ആരാത്രി 1983. റിവെഞ്ച് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, രതീഷ്, സോമൻ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. പ്രതികാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ മികച്ചൊരു സിനിമ. 4. അങ്ങാടിക്കപ്പുറത്ത് 1985. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഐ.വി. ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. അക്കാലത്തെ വലിയൊരു തിയേറ്റർ വിജയമായിരുന്നു ഈ മാസ് ചിത്രം. 5. ഈ കണ്ണിക്കൂടി 1990. ഇൻവെസ്റ്റിഗേറ്റീവ് മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്നതാണ്. കെ.ജി. ജോർജ് സംവിധാനം ചെയ്ത മാസ്റ്റർ പീസ് ചിത്രം. ഒരു കൊലപാതക അന്വേഷണത്തിലൂടെ സമൂഹത്തിലെ പല മുഖമൂടികളും അഴിച്ചുകാട്ടുന്ന മികച്ചൊരു സസ്പെൻസ് ത്രില്ലറാണ് ഇതിന്റേത്. 6. ലക്ഷ്മണരേഖ 1984. ഡ്രാമ, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഐ.വി. ശശി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മോഹൻലാൽ, സീമ എന്നിവർ തകർത്തഭിനയിച്ച ചിത്രം. മനുഷ്യബന്ധങ്ങളിലെ അതിർവരമ്പുകളെയും സങ്കീർണതകളെയും കുറിച്ച് സംസാരിക്കുന്ന സിനിമ. 7. ഇനിയെങ്കിലും 1983. പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പ്രശസ്ത സംവിധായകൻ ഐ.വി. ശശിയുടെ മികച്ചൊരു സാമൂഹിക ചിത്രം. മമ്മൂട്ടി, മോഹൻലാൽ, രതീഷ് എന്നിവർ അണിനിരന്ന ഈ ചിത്രം രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതികളെ ശക്തമായി അവതരിപ്പിക്കുന്നു. 8. വീണ്ടും ചലിക്കുന്ന ചക്രം 1984. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പി.ജി. വിശ്വംഭരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശങ്കർ, മേനക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രം. ജീവിതത്തിലെ പ്രതിസന്ധികളെ പശ്ചാത്തലമാക്കിയുള്ള കഥ. 9. ഒന്നാണ് നമ്മൾ 1984. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പി.ജി. വിശ്വംഭരൻ സംവിധാനം ചെയ്ത മറ്റൊരു കുടുംബചിത്രം. മമ്മൂട്ടി, മോഹൻലാൽ, സീമ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ ഒന്നിച്ചിരുന്നു. 10. ഹിമവാഹിനി 1983. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പി.ജി. വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ജഗതി എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. മനോഹരമായ ഗാനങ്ങളാൽ സമ്പന്നമായ ഒരു പ്രണയകഥ. സിനിമ ഇഷ്ടപ്പെടുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഈ സിനിമകളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സൗജന്യമായി കാണാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിൽ ലഭ്യമല്ലാത്ത ചിത്രങ്ങൾ ഇന്റർനെറ്റിന്റെ മറ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കണ്ടെത്താവുന്നതാണ്. സിനിമകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കായി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ.